കഴിഞ്ഞോ? പാട്ടോ? ആ ഇനി വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞോ ഒരു കാര്യം പറഞ്ഞില്ലേ? ചോദിക്ക് സാറേ, ചോദിക്ക്. പറഞ്ഞില്ലേ? അതായത് ഡെയിൻ സാമ്പാർ ഉണ്ടാക്കുമോ? അത് ഈ വേദിയിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. അപ്പോ ഡെയിൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പോക്കറ്റിലാണോ സാമ്പാർ? സ്റ്റൈലിനിട്ടതാണ്. അപ്പൊ ഡെയിൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അഖില ഇവിടെ നിന്ന് മൊത്തം കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ആര് പറഞ്ഞു ഈ വേദിയിൽ വെച്ച് എന്നെ വെല്ലുവിളിക്കാൻ? എന്നെ പാചകം പഠിപ്പിച്ച സാറിന്റെ മുമ്പിൽ വെച്ച് അത് കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? അതെ, അല്ല, എന്റെ രക്തത്തിലുള്ളത് സാമ്പാർ. കൈ മുറിഞ്ഞ സാമ്പാർ വരെ വരും. എന്നോട് സാമ്പാർ ഉണ്ടാക്കാൻ അറിയോന്ന്? അപ്പം ഒരു കാര്യം, കുറച്ചു നേരം മാറി ഇരുന്ന് കഴിഞ്ഞാൽ വളിച്ചു പോകില്ല. അതുണ്ട്, ഇടയ്ക്കുണ്ട്. ഞാനോട് സാമ്പാർ ഇടയ്ക്ക് മാറ്റൂ. ട്രിപ്പ് ഇടയ്ക്ക് ഈ വളിഞ്ഞ കാര്യം എടുത്ത് മാറ്റൂ. നമുക്ക് ഫ്രഷ് സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുണ്ട്. കുട്ടി ഒരു സദ്യ തീറ്റിപ്പിച്ചിട്ട് ഇനി മേലാൽ ഒരാളും ഡെയിന് പരിപ്പുണ്ടാക്കാൻ അറിയോ, സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ, ചോറുണ്ടാക്കാൻ അറിയോ എന്ന് ചോദിക്കരുത്. അപ്പൊ ഉണ്ടാക്കാൻ അറിയാവുന്ന ചോദിച്ചപ്പോ തീറ്റിപ്പിക്കും. അഖില, ഒരിക്കലും ആരെയും താഴ്ത്തി കെട്ടരുത്. അതെ, ഒരു ആങ്കറും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കുന്നത്. പുള്ളിയുടെ രക്തത്തിൽ വരെ ഒന്നും പേടിക്കണ്ട. ഇങ്ങനെ ഒരാളും തീറ്റിപ്പിച്ചിട്ടാവില്ല. കേറിയിരിക്കി. ഇല കഴുകിയതാണ്. ഒന്നും കൂടി കഴുകണോ? വേണ്ട. ഇതിന് സാമ്പാർ ഉണ്ടാക്കാൻ അറിയോന്നു അല്ലേ? ശരിയാക്കി. ഇനി കുറച്ച് തോരൻ, കുറച്ച് അച്ചാറ്. ഇതെങ്ങനെ വിളമ്പുന്നു? മര്യാദക്ക് വിളമ്പ്. ശരി, വട്ടം വട്ടം നരകിയ പോലെ ഇടുന്നുണ്ട്. ഒരു പപ്പടം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം സാമ്പാർ. ഉണ്ടാക്കാൻ പറഞ്ഞ പോലത്തെ സാമ്പാർ അല്ല കേട്ടോ. എന്റെ ഉള്ള കഴിവ് വെച്ചുണ്ടാക്കിയ സാമ്പാറാണ്. സാമ്പാർ പൊടി കുറവോ ഉപ്പ് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്തൊരു വിനയാന്യത കുഞ്ഞിതൻ. ഇത് ക്ലോസ് ചേട്ടാ, ക്ലോസ് എടുത്തത്. ക്ലോസ് എടുത്തു കൊടുക്ക്. സാമ്പാർ തന്നെയാണെന്ന് കാണട്ടെ. മതി. കുറച്ചുകൂടി വേണം. കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു തരട്ടെ? വേണ്ട, കുറച്ച് കഴിച്ചടാ. എന്റെ സാമ്പാർ ആയോണ്ട് പറയില്ലട്ടെ, എനിക്ക് എന്നെ വെള്ളം. അതെ അതെ. എങ്ങനെയുണ്ട് മോളെ? ഇനി സത്യം പറയട്ടെ, ഡെയിനും വൈഫും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാ. ആരുടെയോ വൈഫ് വന്നു അവരുടെ കൂടെ ഉണ്ടാക്കി. കഴിക്കുക. കുറച്ചുകൂടി കഷ്ണം വെണ്ടയ്ക്ക കൂട്ടി ചോറുണ്ണാൻ. കല്യാണരാമല്ലേ ചോദിക്കണ പോലെ ലേശം മോരൊഴിച്ച് ചോറ്. എനിക്ക് വെച്ചിട്ട് അവിടെ ബിനി ചേച്ചിക്ക് സാമ്പാർ. ഞാൻ കഴിച്ചോളാം. എനിക്ക് വേണം. മോള് ശ്വാസം വിടാൻ സമയമില്ല. ചോറ് കൊടുക്കുക, നമ്മള് വൈൻഡപ്പ് ചെയ്യും. നമ്മള് വീട്ടിൽ പോകും. സാമ്പാർ വേണമെന്ന് പറഞ്ഞ അപ്പൊ എത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഈ സാമ്പാറിനോട് കൂടി ഞങ്ങൾ വിട പറയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരെ കഴിച്ചോടാ. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു, ബൈ, ഗുഡ് നൈറ്റ്. ബാ, നമുക്ക് പോവാം. മോള് കഴിച്ചോ? കഴിച്ചോ? വേണ്ട, അപ്പൊ ഞങ്ങള് പോട്ടെ. അതെ, അവർ രണ്ടുപേരും പോയി, ഞങ്ങൾ പോകട്ടെ. ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല. നമുക്ക് മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായിട്ട് നാളെ രാത്രി ഇതേ സമയം കാണാം. ഓക്കെ, അതുവരെ അവിടെ ഇരുന്നു. ഗുഡ് നൈറ്റ്. ലൈറ്റ്സ് ടീം പാക്കപ്പ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.